الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. بسم الله توكلت على الله لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا إمام الهدى يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ وعن كعب بن عياض رضي الله تعالى عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول إن لكل أمة فتنة وفتنة أمتي المال. رواه الترمذي أو كما قال سيدنا رسول الله. يا همزة الكرار عم المصطفى أسد الإله وسيد الشهداء. يا همزة الكرار عم المصطفى أسد الإله وسيد الشهداء. يا همزة الكرار عم المصطفى أسد الإله وسيد الشهداء. മുഹമ്മദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷൻ കന്നേറ്റി മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് താജുദ്ദീൻ സാർ അവരുടെ ഇവിടെ ഖിറാഅത്ത് നടത്തിയ അൽ ഹാഫിദ് മുഹമ്മദ് സാബിത്ത് മുസ്ലിയാർ അവരുടെ സ്വാഗതം ആശംസിച്ച കന്നേറ്റി മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സാഹിബ്, ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ മുഹമ്മദ് സാലിഹ് മൗലവി കന്നേറ്റി മുസ്ലിം ജമാഅത്തിൻ്റെ മുൻ ഇമാം, സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന കരുനാഗപ്പള്ളി ടൗൺ മസ്ജിദ് ഇമാം ഷാഹിദ് അൽ ഖാസിമി അവர்கள், മറ്റ് സദസ്സിൽ ഉപസ്ഥിതരായിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ വന്യ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. സഹോദരന്മാരെ, കന്നേറ്റിയിൽ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു പ്രത്യേക സംഘടനയുടെ ലേബലില്ലാതെ സംഘടിപ്പിച്ച ഒരു പ്രഭാഷണ
മജ്ലിസാണ് ഇവിടെ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അവരുടെ അധ്വാനവും ശ്രമവും കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്തിനു വേണ്ടി നല്ലൊരു സമൂഹം ഇപ്പോൾ വരുന്നുണ്ട്. അള്ളാഹു ഇത് മുന്നോട്ട് നിലനിർത്തുമാറാകട്ടെ. ഞാൻ ആമുഖമായി കൂടുതലൊന്നും തന്നെ പറയാതെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നാം ഈ വർണ്ണപ്രപഞ്ചത്തിൽ മനുഷ്യരായി ജീവിക്കുന്നു. മനുഷ്യരായി നാം ജീവിക്കുമ്പോൾ നമുക്ക് പല ബാധ്യതകളും കടമകളുമുണ്ട്. നമ്മുടെ ബാധ്യതകളും നമ്മുടെ കടമകളും വിസ്മരിച്ചുകൊണ്ട് നാം ജീവിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ ഓർക്കുകയും അത് സ്മരിക്കുകയും എന്തിനാണ് അള്ളാഹു നമ്മെ ഈ വർണ്ണ പ്രപഞ്ചത്തിലേക്ക് പടച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ഓരോ മനുഷ്യരുടെയും ബാധ്യതയാണ്. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനന്ത കോടി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എണ്ണി തിട്ടപ്പെടുത്തുവാൻ വേണ്ടി നാം തയ്യാറാവുകയാണ് എങ്കിൽ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഇൻ തഅദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുവാൻ വേണ്ടി തയ്യാറായി ഇറങ്ങിയാൽ ലാ തുഹ്സുഹാ, അതിൻ്റെ ഒരു അതിർവരമ്പ് നിശ്ചയിക്കാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ എണ്ണം ഇത്രയാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിശാലമായി പരന്നു കിടക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടും ആ അനുഗ്രഹങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ നാം നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാം ഒരു വേള ആലോചിക്കുകയോ ഒരു വേള ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ സഹോദരന്മാരെ നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ട് ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ ആലോചിക്കുകയില്ല, മനുഷ്യൻ ചിന്തിക്കുകയില്ല. അവൻ ഉപയോഗിക്കുന്നതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് അവൻ അറിയുന്നില്ല എന്ന് അല്ലാഹു മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ്. എന്തിനാണ്? മനുഷ്യൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് തിരിയാൻ, മനുഷ്യൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് അടുക്കുവാൻ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ ഖുർആനിലൂടെ മനുഷ്യന്റെ ശ്രവണപടങ്ങളെ കോരിത്തെരിപ്പിക്കുമാർ അല്ലാഹു പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ. ഓ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലയോ? ചോദിക്കുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലയോ? വലിസാനം വശഫതൈൻ, നിങ്ങൾക്കൊരു നാവിനെ നാം നൽകിയില്ലയോ? വശഫതൈനി, നിങ്ങൾക്ക് രണ്ട് ചുണ്ടുകളെ നാം നൽകിയില്ലയോ? വഹദൈനാഹു നജ്ദൈൻ. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകി അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് രണ്ട് വഴികളെയും നാം നൽകിയില്ലയോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യൻ അറിയുകയില്ല, മനുഷ്യനത് മനസ്സിലാക്കുകയില്ല, അള്ളാന്റെ വഴിയിലേക്ക് തിരിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പടച്ചവൻ പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, നയന മനോഹാരിതയുള്ള രണ്ട് കണ്ണുകളെ ഓ മനുഷ്യകുലമേ നിങ്ങൾക്ക് നാം നൽകിയില്ലയോ? അല്ലാഹു നൽകിയ ഈ രണ്ട് കണ്ണുകളെ, കണ്ണ് ഇല്ലാതാകുമ്പോഴല്ലേ മുഅ്മിനേ ഇതിന്റെ വില നാം അറിയുകയുള്ളൂ. കണ്ണ് നഷ്ടപ്പെടുമ്പോഴല്ലേ കണ്ണിന്റെ മഹത്വം നാം അറിയുകയുള്ളൂ. എത്രയോ അന്ധന്മാരാണ്, എത്രയോ കൺകുരുടന്മാരാണ് ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ രഹസ്യമറിയാതെ, ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ വർണ്ണ സൗരഭ്യം അറിയാതെ, ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ ഒരു മഹത്വവും മനസ്സിലാക്കാതെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അവളുടെ സൗന്ദര്യമൊന്ന് ആസ്വദിക്കാൻ കഴിയാതെ, സ്വന്തം മക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാതെ എല്ലാം ഒരു മൂടാവിയായി ജീവിക്കുന്ന എത്രയോ മനുഷ്യരാണ് ഈ വർണ്ണ പ്രപഞ്ചത്തിലുള്ളത്. മുഅ്മിനേ, അല്ലാഹു ഈ കണ്ണ് നൽകിയിട്ടോ കണ്ണില്ലാത്ത അന്ധന്മാരായ മനുഷ്യന്മാരെയും അല്ലാഹു ലോകത്ത് പടച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഓ മനുഷ്യ,
നീ ഒന്ന് ആലോചിക്കാനാണ് കേട്ടോ, നീ ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അതേ, നീ ചിന്തയില്ലാതെ ഇങ്ങനെ ആവോളം സഞ്ചരിക്കാതിരിക്കാനാണ്. അല്ലാഹു പറയുന്നു, അലം നജഅൽ ലഹു ഐനൈൻ. നിന്റെ ചുറ്റുപാടുകളിൽ കൺകാഴ്ചയില്ലാത്ത പലരും ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ രസം ആസ്വദിക്കാൻ കഴിയാതെ വട്ടം കറങ്ങുമ്പോ, ഓ മനുഷ്യ, നിനക്ക് നല്ല സുന്ദരമായ രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലയോ? പക്ഷേ ഈ കണ്ണുപയോഗിക്കേണ്ടത് എവിടെയാണ് മുഅ്മിനീങ്ങളെ? അല്ലാഹുവിനെ കാണാനുള്ള കണ്ണല്ലയോ ഇത്? എന്തിനാണ് അല്ലാഹു ഈ കണ്ണ് നൽകിയത്? അവനെ കാണുവാനല്ലേ? ലോകത്ത് ഓരോ മുഅ്മിനിന്റെയും മനസ്സിന്റെ അകതാരിൽ മുളച്ചു പൊന്തുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അല്ലാഹുവിനെ കാണലല്ലയോ? യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി. അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാര് നാളെ ഒരു ഉപാധിയുമില്ലാതെ പടച്ചവനെ കാണുന്ന ഒരു ഘട്ടം വരുമല്ലോ. അന്ന് അല്ലാഹു ഒന്ന് കാണാൻ വേണ്ടിയല്ലേ മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്ക് രണ്ട് കണ്ണ് നൽകിയത് എങ്കില് ഈ കണ്ണ് അല്ലാഹുവിന്റെ എതിരിൽ നാം ഉപയോഗിച്ചിട്ടില്ലേ? ഈ കണ്ണുകൊണ്ട് നാം ഹറാം കണ്ടിട്ടില്ലേ? അല്ലാഹു നമ്മക്കാക്കുമാറാകട്ടെ. കണ്ണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ള സാധനമാണ്. അന്നദുറു സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടോ മനുഷ്യ, നിന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ, അത് ഇബ്ലീസിന്റെ വിഷത്തിൽ ഊട്ടപ്പെട്ട അമ്പിൽപ്പെട്ട ഒരു അമ്പാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഈ കണ്ണെന്ന് പറയുന്നത് എന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിൽ നിന്നും മനുഷ്യനെ അടർത്തി മാറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ പടച്ചവൻ പറയുന്നു, അലം നജഅൽ ലഹു ഐനൈൻ. ഓ മനുഷ്യ, നിങ്ങൾക്ക് രണ്ട് നയന മനോഹാരിതയുള്ള കണ്ണുകളെ നാം നൽകിയില്ലയോ? എന്തിനൊക്കെ ഈ കണ്ണ് നൽകിയത്? അല്ലാഹുവിനെ അനുസരിക്കാനാണ്. അതേ, തിലാവത്ത് കിതാബില്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല, സിറൂ ഫിൽ അർള്, നിങ്ങളെ ഭൂമിയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ട് അല്ലാഹു ഈ വർണ്ണ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ അറിയാനാണ്, മനസ്സിലാക്കാനാണ്. അതേ, അല്ലാഹുവിന്റെ സൃഷ്ടികൾ നോക്കിയിട്ട് സൃഷ്ടാവിനെ വിലയിരുത്താനാണ്. അതേ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് പടച്ചവനെ പഠിക്കാനാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബാ. ഒരു മനുഷ്യൻ അവന്റെ സ്വശരീരത്തെ അറിഞ്ഞാൽ, അവന്റെ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ അവന്റെ റബ്ബിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, പക്ഷേ ഇന്ന് നാം ചെയ്യുന്നത് എന്താണ്? ഇശാ മഗ്രിബിന്റെ ഇടയില് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്തതല്ലേ നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നത്? ഓരോ TV പ്രോഗ്രാമുകളോ, ഓരോ സീരിയലുകളോ, ഓരോ സിനിമകളോ നാം ഹലാലാക്കുകയല്ലയോ മുഅ്മിനീങ്ങളെ? എന്തിനാണ് നാം അതിനെ ഹലാലാക്കുന്നത്? അത് കുഴപ്പമില്ലാത്തതാണ്, കണ്ടാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഹറാമ് കാണുകയല്ലേ? അന്യപുരുഷന്റെയും അന്യ സ്ത്രീയുടെയും ചാട്ടവും ഓട്ടവും ഉണ്ടല്ലോ, ആ നടത്തവും ഇരുത്തവും ഉണ്ടല്ലോ, അത് ഹറാമ് തന്നെ. അത് കാണാൻ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണെങ്കിൽ ആ പ്രവാചകന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലയോ മുഅ്മിനേ, നിങ്ങൾ ഈ കണ്ടുകൊണ്ട് അല്ലാഹുവിനെതിരിൽ ഉപയോഗിക്കുന്നു. കണ്ണിലേക്ക് കോടാനുകോടി വരുന്ന നരമ്പുകൾ കൊണ്ട് നിർമ്മിതമായ നമ്മുടെ കണ്ണുണ്ടല്ലോ, ഇതിന്റെ ഒരു നരമ്പൊന്ന് കട്ടായി പോയാൽ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി നടത്തി ഓപ്പറേഷൻ നടത്തിയാലോ ഇതിന്റെ കാഴ്ച തിരിച്ചു വരാൻ വളരെ പ്രയാസകരമാണെങ്കിൽ, എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സംവിധാനിച്ച, അല്ലാഹു തന്ന അവന്റെ അനുഗ്രഹമായ ഏറ്റവും സുപ്രധാനമായ കണ്ണ്, ആ കണ്ണ് നിങ്ങൾ അല്ലാഹുവിനെതിരിൽ ഉപയോഗിക്കുമ്പോ ഇതിന്റെ കാഴ്ച അങ്ങ് പോയാലോ എന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ കണ്ണിന്റെ കാഴ്ച നാം TV കണ്ടുകൊണ്ടിരിക്കുമ്പോ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു എടുത്തു മാറ്റിയാൽ എത്രയോ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ സഹോദരന്മാരെ. എന്ത്
എന്തുകൊണ്ടാ മുഅ്മിനേ നീ 30 വയസ്സുള്ളപ്പോ കണ്ണാടി വെക്കേണ്ടി വരുന്നത്? എന്നാൽ 90 വയസ്സ് ചെന്നവര്, 95 വയസ്സ് ചെന്നവര്, 100 വയസ്സ് പ്രായമുള്ള ഉമ്മമാര് ഉപ്പമാര് ഇന്നും മുസ്ഹഫിൽ കണ്ണട വയ്ക്കാതെ നോക്കി ഓതുന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ച എന്തുകൊണ്ട് മങ്ങിപ്പോയി മുഅ്മിനേ? അല്ലാഹുവിനെതിരിൽ നീ തിരിഞ്ഞപ്പെടല്ലയോ? അവന്റെ വിധിവിലക്കുകളെ മാനിക്കാനിട്ടല്ലയോ? ഓമനം വീശുന്ന